ഇപ്പോൾ സംഘടനാ നേതൃത്വം കൃത്യമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് നിങ്ങളൊക്കെ നടത്തിയ പ്രതിഷേധങ്ങളുടെയും വിമർശനങ്ങളുടെയും രക്തസാക്ഷിയല്ല സുധീരൻ എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. രാജിവെച്ചൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സുധീരന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിക്കളയാം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരിക്കലും അദ്ദേഹത്തിനെ രക്തസാക്ഷിയാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യനയത്തിലൊക്കെ എടുത്തിട്ടുള്ള നയത്തിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചൊരു മദ്യനയത്തിന് പ്രശ്നമുണ്ട്. അതിനകത്ത് ശക്തമായ നിലപാട്, ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനം ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിട്ട ആളാണ് VM സുധീരൻ. ഈ മാസം താങ്കൾക്കും എനിക്കും അറിയാം ഈ സർക്കാരിന് മദ്യനയം പ്രഖ്യാപിക്കണം, ഏപ്രിൽ 1-ാം തീയതി മുതൽ പുതിയ മദ്യനയം വരണം. സുധീരൻ ഒഴിഞ്ഞുപോയ സ്ഥിതിക്ക് മദ്യനയത്തിൽ നിങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടാകും? ഇല്ല, ഞങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല. ഞങ്ങൾ മദ്യവർജനം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ പൂട്ടിയിട്ടിട്ടുള്ള മദ്യഷാപ്പുകളൊന്നും തുറക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അടച്ച ബാറുകൾ തുറക്കാൻ അനുവദിക്കില്ല. അത് ശരിയല്ല. ഇനി അടച്ച ബാറുകൾ തുറക്കണം. മുൻ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മികച്ച സംഘാടകനായിരുന്നു താങ്കളെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പാർട്ടി ഒരു അതിജീവനത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും ഒക്കെ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത് അടിയന്തരമായി നടപ്പാക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതായാലും താങ്കൾ ആ സ്ഥാനത്തേക്കില്ല എന്ന് പറയുന്നത് താങ്കളൊരു ചോയ്സ് അല്ല എന്നും പുതിയ തലമുറയാണ് വരേണ്ടതെന്നും താങ്കൾ തന്നെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ഈ സംഘടനയെ പുനരുജ്ജീവിക്കേണ്ടത്? താങ്കൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. പുതിയ അധ്യക്ഷൻ്റെ മുന്നിലെ വെല്ലുവിളിയും അദ്ദേഹം ചെയ്യേണ്ട കർമ്മവും എന്തായിരിക്കണം? ചലിക്കുന്ന ബൂത്ത് കമ്മിറ്റികൾ, ബൂത്ത് ചലിച്ചാലേ പാർട്ടിയുടെ മണ്ഡല മേൽ കമ്മിറ്റികൾ ചലിക്കുകയുള്ളൂ. KPCC ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കേണ്ട താഴെത്തട്ടിലാണ്. വെറുതെ നമ്മൾ കുറേ ആളുകളെ കൊണ്ടുവന്ന് പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കണം. ആളുകൾ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിക്കണം. അതാണിപ്പോൾ ചില BJPക്കാർ RSS ശാഖ മുഖാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒരു ശക്തമായ സമരപരിപാടികൾ നടത്താൻ താഴെ തട്ടിൽ പാർട്ടിയെ സജ്ജീകരിക്കണം. പുതിയ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ്, താഴെ തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കും. അല്ല, ഈ കാഴ്ചപ്പാടൊക്കെയുള്ള മുൻ അനുഭവപരിചയമുള്ള മുരളീധരൻ ഒരു നല്ല ചോയ്സ് അല്ലേ? ഞാനിതിലേക്ക് ഒരു സ്ഥാനാർത്ഥിയല്ല. എൻ്റെ ചുമതല എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ഭംഗിയായിട്ട് ചെയ്യാനാണ്. വളരെയധികം